അപ്പോൾ അങ്ങനെ ആ സഹോദരി വന്ന് പറയുന്നു, എനിക്ക് ഈ അലൻ ഷിയർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവത്തെപ്പറ്റി പറയുന്നു. പക്ഷേ ആ നടീനെ ഇപ്പം നമ്മൾ എവിടെയും കാണുന്നില്ല കേട്ടാ. ആ നടി അത് കഴിഞ്ഞ് ഏതോ ഒരു സിനിമയിൽ അയ്യപ്പനും കോശി എന്ന് പറയുന്ന ഒരു സിനിമയല്ലാതെ വേറൊരു സിനിമ ആ പാവത്തിന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ അനുഭവം. ചങ്കുകളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതായത് പുറമേ കാണുമ്പോൾ നല്ല ഒരു മനുഷ്യൻ, സ്നേഹനിധിയായ ഒരു മനുഷ്യൻ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ദുഷ്ടത്തരം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അതായത് ഒരു ആഭാസനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് വേറെ ആരെയല്ലട്ടാ, അതായത് നമ്മുടെ അലൻ ഷിയർ ഇതുപോലൊരു നല്ലൊരു നടൻ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ അത് സിനിമയിൽ മാത്രം. വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തെ എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് നാൾ മുമ്പ് ഒരു നടി വന്നിട്ട് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു പരാതി പറഞ്ഞിരുന്നു. ആഭാസം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോഴേ ഈ വിദ്വാൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് പോയിട്ട് ആ ഒരു പെൺകുട്ടിയെ ആലോചിച്ച് നോക്കണം, ഒരു രാത്രി മുഴുവൻ കിടത്തി ഉറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ മൂക്കിന് താഴാൽ ഈ രോമം വെച്ച കുറേ ടീം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഇദ്ദേഹത്തോട് പറയാൻ ധൈര്യമില്ല. എന്താണെന്നല്ലേ, അതായത് ഇവന്മാരുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒന്നും അല്ലല്ലോ അവിടെ ഉള്ളത്. അത് ഏതോ വീട്ടിൽ നിന്ന് അഭിനയിക്കാൻ വന്നൊരു നടിയല്ലേ. എല്ലാവരെയും വിചാരം ഈ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുട്ടി നിൽക്കുന്നതാണ് എന്നല്ലേ എല്ലാവരെയും വിചാരം. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ആ പെൺകൊച്ചിൻ്റെ റൂമിൽ മുട്ടിയിട്ടും അതിനെ പലതരത്തിലും എന്താ പറയേണ്ടത്, സെക്ഷ്വലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്നിട്ട് പോലും അവിടെയുള്ള ഈ മൂക്കിന് താഴെ രോമം വെച്ച ഒരുത്തം പോലും, എന്തിനധികം പറയുന്നത്, ആ സെറ്റിൽ സുരാജ് വെഞ്ഞാറമ്മൂട് അടക്കമുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പേടിച്ചിട്ട് തന്നെയാണ്. ഇദ്ദേഹം ഇനി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ സിനിമ മുടങ്ങിയാലോ എന്നുള്ളൊരു പേടി. ആലോചിച്ച് നോക്കണം, ഇവന്മാർക്കൊക്കെ എവിടെയാണ് ധാർമ്മികത? ഇവന്മാർക്കൊക്കെ പണം 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 എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം പിന്നെ കൂടെ വന്ന ഒരു സഹോദരിക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രതികരിക്കാത്ത വർഗങ്ങളാണിവർ. എന്നിട്ട് ആ സിനിമയുടെ ഇതൊക്കെ കഴിഞ്ഞ് ആ സഹോദരി അത് കഴിഞ്ഞ് വന്ന് നല്ല രീതിയിൽ പറഞ്ഞു. അതായത് അന്നേരം മീറ്റു ഇങ്ങനെ നടക്കുന്ന കാലമാണ്, ഒരുപാട് പേര് മീറ്റുവിൻ്റെ ഇരയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ സഹോദരി വന്ന് പറയുന്നു, എനിക്ക് ഈ അലൻ ഷിയർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവത്തെപ്പറ്റി പറയുന്നു. പക്ഷേ ആ നടീനെ ഇപ്പം നമ്മൾ എവിടെയും കാണുന്നില്ല കേട്ടാ. ആ നടി അത് കഴിഞ്ഞ് ഏതോ ഒരു സിനിമയിൽ അയ്യപ്പനും കോശി എന്ന് പറയുന്ന ഒരു സിനിമയല്ലാതെ വേറൊരു സിനിമ ആ പാവത്തിന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ അനുഭവം. ഈ പരാതി പറയരുത്, നമ്മൾ എന്തോ സഹിച്ചു നിൽക്കണം. മലയാള സിനിമ അങ്ങനെയാണ്. എന്നിട്ട് പറയും സ്നേഹത്തിൻ്റെ നിറകുടങ്ങളാണ്, ലാലേട്ടനും മമ്മൂക്കയും സ്നേഹത്തിൻ്റെ നിറകുടങ്ങളാണ് എന്നൊക്കെ പറയുന്നല്ലാതെ ഇവന്മാരുടെ മനസ്സിൽ ഒരുറ്റ് സ്നേഹമോ ഒരു തേങ്ങാ കൊലയോ ഒന്നുമില്ല. മനസ്സിലായ? ഇതിറ്റങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം മാത്രമാണ് വലുത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ അലൻ ഷിയർ എന്ന് പറയുന്ന നടന് ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കൂളായിട്ട് നല്ല രീതിയിൽ ഇപ്പോഴും പല സ്ഥലത്തൊന്നും ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഇതൊന്നും പുറത്തു വരണമെന്നില്ലല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുന്നത് എപ്പോഴാണെന്നറിയില്ലേ, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പുറത്തു വരിക. പക്ഷേ ഈ ഒരു നടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ ഉഷാറാണ്. അവരാ നിമിഷം തന്നെ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ്. നല്ല കുടുംബത്തിലെ നല്ല അച്ഛനും അമ്മക്കും വളർന്ന ഒരു നടിയായതുകൊണ്ട്, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പോയി എന്നേ ഉള്ളൂ. അവർ നല്ല കുടുംബത്തിൽ പറഞ്ഞവരുണ്ട്. ആ നിമിഷം തന്നെ പ്രതികരിച്ചു. തൻ്റെ ചാരിത്രം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഒറ്റയ്ക്ക് പൊരുതി നിന്ന അവളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മുത്ത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇതുപോലുള്ള ഒരു ആഭാസനെ കൊണ്ട് ഒരു രാത്രി മുഴുവൻ. അപ്പോൾ ഈ അലൻ ഷിയറിനെ പറ്റി പറയുകയാണെങ്കിൽ 1965 തിരുവനന്തപുരത്താണ് ഇദ്ദേഹം ജനിച്ചത്. 1998 ഇദ്ദേഹം സിനിമയിൽ വരുന്നത്, ദയ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ. പക്ഷേ ആ സിനിമ നല്ല സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളായിട്ടൊന്നും ആരും തിളങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ലാല്, അതുപോലെ തന്നെ കൃഷ്ണ, മഞ്ജു വാര്യർ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് മറ്റുള്ളവരൊന്നും തിളങ്ങിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ ആർട്ടിസ്റ്റ് ബേബി ആയിട്ട് വന്ന ആ ഒരു ആളുണ്ടല്ലോ, അദ്ദേഹത്തെയാണ് നമ്മളങ്ങ് കയ്യിലെടുത്തത്. അതിനങ്ങോട്ട് പിന്നെ നമ്മൾ ഈ അലൻസിയർ എന്ന് പറയുന്ന ഒരു നടനെ, അദ്ദേഹം ഇല്ലാത്ത ഒരു സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ ASI ചന്ദ്രൻ, അതുപോലെ തന്നെ കമ്മട്ടിപ്പാടത്തിലെ മത്തായി, അതിൻ്റെ അകത്ത് ആ ദുൽഖർ വിളിക്കുന്നില്ലേ, മത്തായിച്ച എവിടെയാ താൻ എന്ത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. പിന്നെ സല്യൂട്ടിലെ മാരാറ്, ഇങ്ങനെ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി നല്ല ചിത്രങ്ങൾ, നല്ല അഭിനയവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് സ്ത്രീകളെ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര തോന്നിച്ചയാണ്. ഒരു വിഗ്രഹം, അതായത് നമ്മുടെ ഈ സിനിമയിൽ അവാർഡിന് കൊടുക്കുന്നൊരു വിഗ്രഹം ഉണ്ടല്ലോ, ഈ വിഗ്രഹത്തിനെ പോലും ഇദ്ദേഹത്തിന് ഭയമായിരുന്നു എന്നുള്ളതാണ്. ഈ വിഗ്രഹം പോലും ഇദ്ദേഹത്തെ പലതും ചിന്തിപ്പിക്കുന്നു അല്ലെങ്കിൽ മോഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കാനോ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തോട് അങ്ങനെ പറയരുത്, അത് മോശമാണെന്ന് പറയാനോ ഈ നമ്മുടെ സിനിമാ സംഘടനകൾ ആരും വന്നിട്ടില്ല, രംഗത്ത് വന്നിട്ടില്ല കേട്ടാ. പിന്നെ പിന്തിരിപ്പുള്ളവർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സ്ത്രീകളെ, അതായത് അങ്ങനെയുള്ള കുറച്ച് ടീമുകളല്ലാതെ വേറെ ആരും ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയില്ല എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കമലിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ ഈ സംഘപരിവാറിൻ്റെ വക. അതിലൊന്നും നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അപ്പോൾ ഈ കമലിൻ്റെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, അതായത് നേരത്തെ ഒരു ഇതിൽ ഇദ്ദേഹം കാസർഗോഡ് പോയി ഇറങ്ങിയിട്ട് ഇതൊക്കെ മുട്ടിയിട്ട് ഒരൊറ്റ മുണ്ടൊക്കെ എടുത്തിട്ട് ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ടൊരു ഭയങ്കരമായൊരു മഹത്വം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കാനും, പിന്നെ കമലിൻ്റെ സിനിമയിൽ ചാൻസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടാ. കമലിൻ്റെ സിനിമയിൽ ഒരു ചാൻസ്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൽ അന്ന് ഈ നാടക അക്കാദമിയുടെ ചെയർമാൻ എന്തോ ആണ്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രീതി പിടിച്ചു പറ്റാനും അതിലൂടെ തനിക്ക് എന്തെങ്കിലും ഒരു ദോഷകരമായ ഒരു സംഭവം സിനിമയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഞാൻ കമലിൻ്റെ ആളാണ്, കമലിന് വേണ്ടി സംസാരിച്ചതാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനുമുള്ള ഒരു നാടകമായിരുന്നു അന്ന് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ കണ്ടത്. അതാണ്, അല്ലാതെ വേറെ എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്? പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കഥാപാത്രങ്ങളുടെ അപ്പൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹം അടിപൊളിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ചതുരം എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം സ്വാസികയായിട്ട് ഭയങ്കരമായിട്ടുള്ള സെക്സ് സീനുകളുണ്ട്. അതായത് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഞാനിത് അങ്ങനെ അഭിനയിച്ചാണ് ഇങ്ങനെ അഭിനയിച്ചാണ്. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാസിക ആയതുകൊണ്ട് രക്ഷപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അദ്ദേഹം നമ്മളൊക്കെ പബ്ലിക്കായിട്ട് കണ്ടതല്ലേ. നമ്മളിപ്പോൾ സ്റ്റേജിൽ വന്നിട്ട് വരെ ആ പ്രതിമ എടുത്തിട്ട് എനിക്കിത് കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു എന്ന് ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു വികാരം എന്തായിരിക്കും? പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡൗണായി നിൽക്കുമ്പോഴൊന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരിതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹം പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ അറിയാതെ പറയുന്നതൊന്നുമല്ല, ശരിക്കും നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു നടനാണ്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ വട്ടപൂജ്യമായ നമ്മുടെ അലൻസിയർ എന്ന് പറയുന്ന നടൻ, പറയാതിരിക്കുക വയ്യ അദ്ദേഹത്തോട്. ഇനിയെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ആശ്വാസമാകും. ഇല്ലെങ്കിൽ ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും മീട്ടും കൊണ്ട് വരുന്നത്. നടിമാർ അങ്ങനെയാണ് പൊതുവേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുക, ഇന്ന സിനിമയിൽ പോയപ്പോൾ ഇന്ന നടൻ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടൂർവാസിനെ തന്നെ കാണുന്നില്ല, അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ എന്ന് പറയുന്ന ഓരോരാൾ വന്നിട്ട് അടൂർവാസി ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ നിർത്തുകയാണ്. ഇത് തീർന്നിട്ടില്ല, ഇനിയും വരും. നന്ദി, നമസ്കാരം.